മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് ഭീഷണി. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും ബോംബ് ഭീഷണി എത്തി. വിവരങ്ങളുമായി VS അനു സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേരുകയാണ്. അനു, ഈ തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അത് ഒരു തുടർക്കഥയാകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ, ക്ലിഫ് ഹൗസിന് നേരെയൊക്കെ ആക്രമണ ഭീഷണി എത്തുന്ന അസാധാരണമായ സാഹചര്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് തരത്തിൽ അന്വേഷണം നടക്കുകയാണിപ്പോൾ? ലക്ഷ്മി, തിരുവനന്തപുരത്ത് പോലീസിനെ ആകെ വട്ടം കറക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാജ ബോംബ് ഭീഷണി മെയിലുകൾ, സന്ദേശങ്ങൾ എത്തുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ഓഫീസുകളിലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും ഇപ്പോൾ ബോംബ് ഭീഷണി വന്നിരിക്കുന്നു. ബോംബ് സ്ക്വാഡ് അടക്കം അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ധനകാര്യ അഡീഷണൽ സെക്രട്ടറിയുടെ ഇമെയിലാണ് ഇങ്ങനൊരു സന്ദേശം വന്നിരിക്കുന്നത്. മാത്രമല്ല, ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നു. ഇന്നലെ തിരുവനന്തപുരം ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി വന്നിരുന്നു. പക്ഷേ പിന്നീട് അത് വ്യാജമാണെന്ന് കണ്ടെത്തി. അതിന് തൊട്ട് തലേ ദിവസമാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട 3 ഹോട്ടലുകളിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. അവിടെയും പോലീസ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തി. പിന്നീട് ഇത് വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. അതിനു മുമ്പാകട്ടെ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ 2 തവണയാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. അതും വ്യാജമാണെന്ന് കണ്ടെത്തി. കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണി സന്ദേശം എത്തി. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഈ തരത്തിലുള്ള ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നു. ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത് പോലീസിനാകെ തലവേദനയാകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനം നടത്താനിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഈ പറയുന്ന സന്ദേശങ്ങൾ എത്തുന്നത്. ഈ സന്ദേശത്തെ അവഗണിക്കാനും കഴിയില്ല. അതുകൊണ്ട് പോലീസ് പരമാവധി പുറത്തേക്ക് ഇറങ്ങുകയും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി അവർ പരിശോധന നടത്തി. അതായത് പോലീസിന്റെ ഒരു പ്രവർത്തനത്തെ ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നു. ഇന്ന് വിഴിഞ്ഞത്തെ SPG സംഘം എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ മുന്നൊരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്താൻ. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളൊക്കെ എത്തുന്നത്. കശ്മീർ അറ്റാക്കുമായി ബന്ധപ്പെട്ടാണ് ഈ പല സന്ദേശങ്ങളും പറയുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പുതിയ മന്ത്രിമാരെത്തുന്ന മന്ത്രിമാർ രാജിവെക്കേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി സന്ദേശങ്ങളാണ് ഈ വരുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഇത് വരുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. ലക്ഷ്മി, അനു, നേരത്തെയും എത്തിയ ഭീഷണി സന്ദേശങ്ങൾ ഈ തമിഴ്നാട് പൊളിറ്റിക്സ് പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കാണണം എന്ന് തോന്നുന്നു. ഈ ഓരോ ഭീഷണി സന്ദേശം എത്തുമ്പോഴും മുമ്പ് കൂടുതലായി വന്നിരുന്നത് കളക്ടറേറ്റുകളിലായിരുന്നു. അതിപ്പോൾ മാറിയാണ് വിമാനത്താവളങ്ങളിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കും ക്ലിഫ് ഹൗസിലേക്കും വരെ ആ ഭീഷണി എത്തുന്ന സാഹചര്യം. ഈ ഓരോ ഭീഷണി ഉണ്ടാകുമ്പോഴും പോലീസും ബോംബ് സ്ക്വാഡും ഇറങ്ങി കാര്യങ്ങൾ വേഗത്തിലാക്കുന്നു, അരിച്ചു പെറുക്കുന്നു. ഇത്തരത്തിലുള്ള പരിശോധന. അതിനും അപ്പുറത്തേക്ക് ഇതെവിടെ നിന്നാണ് ഈ സന്ദേശം എത്തുന്നത്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഏതുവരെ എത്തി നിൽക്കുകയാണ്? ലക്ഷ്മി, നമുക്കറിയാം നമ്മുടെ സൈബറൊക്കെ വലിയ മികച്ചതാണെന്ന് പറയുമ്പോഴും ഈ കാര്യത്തിൽ, കാരണം എത്ര ദിവസമായി ഇപ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം കളക്ടറേറ്റിൽ, പാലക്കാട് കളക്ടറേറ്റിലൊക്കെ ഈ സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തുകയും പോലീസ് അപ്പാടെ ഇറങ്ങി പരിശോധിച്ച് അവസാനമൊന്നും കണ്ടെത്താത്ത ഒരു സാഹചര്യം വരുന്നു. ഈ കണ്ടെത്താത്തത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു പോലീസിന്റെ മുഴുവൻ പ്രവർത്തനവും ഒരു എഫേർട്ടും ഈ ഒരു വിഷയത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഈ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ എത്തുന്നത് ഈ ഡാർക്ക് സൈറ്റുകൾ വഴി, ഡാർക്ക് ഹോളുകൾ വഴിയൊക്കെയാണ്. അതുകൊണ്ട് ഇതിന്റെ IP അഡ്രസ്സ് കൃത്യമായി കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും അത് തന്നെയാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നവർക്കുള്ള ധൈര്യവും അത് തന്നെയാണ്. അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള ധൈര്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ഇങ്ങനെ തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഹാൻസ് കൂടി ചേരുകയാണ്. ഹാൻസ്, സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയൊക്കെ ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ്, വ്യാജ ബോംബ് ഭീഷണി സന്ദേശം. ഏതായാലും ഏത് തരത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത്? അവിടെ ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്? ഹാൻസ്.
ലക്ഷ്മി, നിലവിൽ ബോംബ് സ്ക്വാഡും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ളത്. നിലവിൽ മുഖ്യമന്ത്രി ഇവിടെയില്ല, മറ്റ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഓഫീസിലുള്ളത്. നമുക്ക് നേരത്തെ ലഭിച്ച വിവരമനുസരിച്ച് തന്നെ കമ്മീഷണറുടെയും ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിനോടൊപ്പം തന്നെ ക്ലിഫ് ഹൗസിലും കൂടാതെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും ഇത്തരത്തിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണിയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശമായി വന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഭീഷണി സന്ദേശം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും അതിനോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലെ 3 ഹോട്ടലുകളിലും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ആക്കുളത്തുള്ള 2 ഹോട്ടലുകൾ, അതിനോടൊപ്പം ആക്കുളത്തെ ഒരു ഹോട്ടലിലും കോവളത്തിലെ മറ്റൊരു ഹോട്ടലിലും, ഇതിനോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹിൽട്ടൺ എന്ന ഹോട്ടലിലുമാണ് ഇത്തരത്തിൽ വ്യാജ ഭീഷണി സന്ദേശം വന്നത്. ഈ സന്ദേശം ലഭിച്ച സമയത്തെല്ലാം തന്നെ കന്റോൺമെൻറ്റ് പോലീസിൻ്റെയും അതിനോടൊപ്പം തന്നെ മറ്റ് പോലീസ് സേനകളുടെയും ഭാഗമായി നിരവധി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വ്യാജ സന്ദേശമാണെന്ന് മനസ്സിലായി. പിന്നീടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതിനോടൊപ്പം തന്നെ ക്ലിഫ് ഹൗസിലേക്കും കൂടാതെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്കും ഇത്തരത്തിൽ വ്യാജ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥർ കെട്ടിടം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണി സന്ദേശങ്ങൾ പോലീസിനെ വല്ലാത്ത രീതിയിൽ തന്നെ കുഴപ്പിക്കുന്നുണ്ട്. കാരണം വ്യത്യസ്തമായ IP അഡ്രസ്സുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാജ ഭീഷണി സന്ദേശം വരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വരുന്നുണ്ട്. ഇതിന്റെ IP അഡ്രസ് നമ്മുടെ മനസമാധാനം കെടുത്തുന്നതാണ്, പോലീസിനെ വട്ടം ചുറ്റിക്കുന്നതാണ് ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ. അതിൻ്റെ ഉറവിടം കണ്ടെത്തിയേ മതിയാകൂ. അതിന് കൂടുതൽ ഉയർന്ന സാങ്കേതിക വിദ്യ ആവശ്യമായി വരും എന്നാണ് തോന്നുന്നത്. കാരണം അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നത്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ രാജ്ഭവനിലും ബോംബ് ഭീഷണി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വാർത്ത. ഇങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി സന്ദേശം അത് ചെറുതായൊന്നുമല്ല നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത്, പോലീസിന് തലവേദന ഉണ്ടാക്കുന്നത്. തീർച്ചയായും രാജ്ഭവൻ അടക്കമുള്ള ഇടങ്ങളിൽ, ക്ലിഫ് ഹൗസിൽ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം എത്തിയാൽ പിന്നെ പോലീസിന് ഇരിക്കപ്പൊറുതി ഉണ്ടാകില്ല. അതിൻ്റെ പിന്നാലെ പോയി അന്വേഷണം നടത്തിയേ മതിയാകൂ. അത്തരത്തിൽ തന്നെ അതിശക്തമായ തെരച്ചിൽ അന്വേഷണമൊക്കെയാണ് നടത്തുന്നത്. അപ്പോഴും പറയേണ്ടുന്നത് ഇതിൻ്റെ സ്രോതസ്സിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റിയേ മതിയാകൂ. അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമുക്കിങ്ങനെ ഈ ഭീഷണി സന്ദേശങ്ങൾക്ക് പിറകെ ഓടേണ്ടി വരും. VS അനു തുടരുന്നുണ്ട്. അനു, ഇപ്പോൾ രാജ്ഭവന് നേരെയും ബോംബ് ഭീഷണി എത്തുന്നു. ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നായി എത്തുകയാണോ അതോ ഒരു സന്ദേശത്തിൽ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി, വിവിധ മെയിലുകളിലായിട്ടാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിലും ധനകാര്യ സെക്രട്ടറിയുടെ മെയിലിലാണ് വന്നിരുന്നതെങ്കിൽ രാഷ്ട്രീയ മറ്റൊരു തരത്തിലാണ് സന്ദേശം എത്തിയതായി നമുക്കിപ്പോൾ പോലീസ് വിവരം നൽകുന്നത്. അതായത് തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇടങ്ങൾ, അതായത് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അദ്ദേഹത്തിന്റെ വീട്, മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഗവർണറുടെ ഔദ്യോഗിക വസതി, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇടങ്ങളിലേക്ക് കൂടി ഈ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നു. ആലോചിച്ചൊക്കെ തിരുവനന്തപുരത്ത് ഇന്നത്തെ ഡ്യൂട്ടിയുള്ള ഒരു പോലീസുകാരുടെ അവസ്ഥ. കാരണം ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തണം. ഇപ്പോൾ ഗതാഗത ട്രാഫിക് കമ്മീഷൻ ഓഫീസിൽ ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് എല്ലാ VS അനു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും ഒടുവിൽ രാജ്ഭവനിലേക്ക് കൂടി ബോംബ് ഭീഷണി സന്ദേശം, രാജ്ഭവനിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി സന്ദേശമാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഉറക്കം കെടുത്തുന്നു, നമ്മുടെ എല്ലാവരുടെയും മനസ്സമാധാനം കെടുത്തുകയാണ് ഈ സന്ദേശങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.